ഗുഡ് ഈവനിങ് ആൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, നമുക്കാദ്യം ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആൻഡ് ഇൻ്റർപ്രറ്റ് ദി റിസൾട്ട്സ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ₹40,000, purchases 1,20,000, carriage on purchases 10,000, sales 2 lakh, closing stock 30,000. ഇത്രയും ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. നമുക്ക് ഇത്രയും ഡീറ്റെയിൽസാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവറേജ് സ്റ്റോക്കും ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ക്യാരേജ് ഓൺ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എല്ലാ ഡീറ്റെയിൽസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 പ്ലസ് പർച്ചേസസ് 1,20,000 പ്ലസ് ക്യാരേജ് ഓൺ പർച്ചേസ് 10,000, ദെൻ അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ₹1,40,000 ആണ്. ഓക്കെ, ഇനി നമുക്ക് ആവറേജ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. 40,000 പ്ലസ് 30,000 ഇസ് ഈക്വൽ ടു 70,000 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 35,000. ഇതാണ് നമുക്ക് ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കാൽക്കുലേറ്റ് ചെയ്തു, ആവറേജ് സ്റ്റോക്കും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,40,000 ഡിവൈഡഡ് ബൈ ₹35,000. നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു 4 ടൈംസ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടൈംസിലാണ്. നമ്മൾ ആൻസർ എഴുതുമ്പോൾ 4 ടൈംസ് തന്നെ എത്രയാണ് കിട്ടുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ടൈംസ് തന്നെ എഴുതണം. ഓക്കെ, നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്റ്റോക്ക് വെലോസിറ്റിയാണ്. സ്റ്റോക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ 4. ഇൻ ഡേയ്സിലാണ് കാണുന്നതെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 365 ഡിവൈഡഡ് ബൈ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ. ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 4 ആണ്. സോ 365 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 91 ഡേയ്സ്. ഓക്കെ, ഇനി സ്റ്റോക്ക് വെലോസിറ്റി ഇൻ മന്ത്സിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സോ ഹിയർ 12 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 3 മന്ത്സ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ തന്നിട്ടുള്ളത് അത് ഡയറക്റ്റായിട്ട് സ്റ്റോക്ക് വെലോസിറ്റി കാണാനുള്ള ഒരു ഇക്വേഷനാണ്. ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു 365. നമുക്ക് 91 ഡേയ്സ് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അതുപോലെ തന്നെ മന്ത്സിൽ ചെയ്യുമ്പോൾ സ്റ്റോക്ക് വെലോസിറ്റി ഇൻ മന്ത്സിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 35,000 ഡിവൈഡഡ് ബൈ 1,40,000 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 3 മന്ത്സ് എന്നാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ സെയിൽസ് തന്നിട്ടുണ്ട്, പക്ഷെ നമുക്കിവിടെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ സെയിൽസിൻ്റെ ആവശ്യമുണ്ടായിട്ടില്ല, അതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്തിട്ടില്ല. ഇനി ഇൻ്റർപ്രിറ്റേഷനിൽ വരുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമുക്ക് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് 8 ടൈംസ് ആണ്. നമുക്ക് ഇവിടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കിട്ടിയിട്ടുള്ളത് 4 ടൈംസ് ആണ്. ഓക്കെ, 4 ടൈംസ് ആണ് കിട്ടിയത്. ദിസ് ഈസ് ബിലോ ദി സ്റ്റാൻഡേർഡ് ആണ്. 4 ടൈംസ് ആണ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ റേഷ്യോ. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ റേഷ്യോ 8 ആണ്. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 4 ആണ്. ഇവിടെ എന്താണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് പോളിസി
പുവറാണ് എന്നുള്ളതാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് 91 ഡേയ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് ഹെൽഡ് ചെയ്യുന്നത് 91 ഡേയ്സ് ആണ് എന്ന് കൂടി നമ്മൾ ഇൻ്റർപ്രിട്ടേഷനിൽ എഴുതണം. ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.